അത് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ട്രാമിലും കയറിയിട്ട് അവിടുന്ന് മാളിലേക്ക് കയറണം. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഖത്തറിലെത്തിയിട്ട് മെട്രോയിൽ തോന്നെ ദിവസം, ഒരു മാസത്തിന് ശേഷം, ഒരു മാസം 2 ദിവസത്തിന് ശേഷം മെട്രോയിൽ കയറുകയാണ്. മെട്രോ കയറുമ്പോൾ മെട്രോ കാർഡ് ഓരോരുത്തർക്കും ഓരോന്ന് വേണം. ദുബായിത്തെ മാതിരി ഉഡായിപ്പ് കളിക്കാൻ പറ്റില്ല, ഇവിടെ ഓരോരുത്തർക്കും ഓരോന്ന് വേണം. പിന്നെ അതുപോലെ തന്നെ മാസ്കും നിർബന്ധമാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ ഇനി സൺറൈസ് കാണാൻ ബീച്ചിലേക്ക് പോകുന്നുണ്ട്, അതും രാത്രി 2:30-ക്ക്. അപ്പം നമുക്ക് അതിന് കണ്ടാലോ. സ്റ്റേഷനിക്ക് കയറാൻ പോവാണ്. ഉമ്മു ഗുലാനിയ 4th നമ്പറാണ്. മെട്രോൻ്റെ ലോഗോ വരെ കണ്ടില്ലേ? മെട്രോൻ്റെ ലോഗോ വ്യത്യാസമുണ്ട്, ചെയ്തിട്ടില്ല. ഓ, ഇത് ദുബായ് എയർപോർട്ടിനെക്കാട്ടി നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു മെട്രോ ആണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ M177 എന്നുള്ള നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് മെട്രോക്ക്. ഓരോ മെട്രോക്കും ഓരോ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ, കാക്ക ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കുന്നുണ്ട്. ദുബായ് അല്ല, ദുബായിനെക്കാട്ടി മെച്ചം എന്താണ്? ദുബായ് ഒക്കെ ഒരേ മാതിരിയാണ്, പക്ഷെ ഇതൊരു വേറെ ലെവൽ സാധനം. ദുബായിൽ നല്ല തിരക്കുണ്ടാവുക, ഇവിടെ തിരക്കില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. വിജനതമായ, നല്ല രസമുള്ള വാക്കല്ലേ, വിജനതമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. മെട്രോ സ്റ്റേഷനാണെന്ന് പറയും പോലും ഇല്ല. വേണ്ടോ, ഒരു മാളിലേക്ക് കയറിയ ലുക്ക്. പക്ഷെ ഒരു മനുഷ്യനും ഇല്ല, നമ്മൾ മാത്രം. അല്ല, അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടല്ലോ. ഇപ്പോൾ ഒരു മെട്രോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ കാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് പോവുക നമ്മൾ. ദുബായത്തെ കാർഡിനെക്കാട്ടി വ്യത്യസ്തമായിട്ടുള്ളൊരു കാർഡാണ്. ദുബായത്തെ അതേ സിസ്റ്റം തന്നെയാണ്. കാർഡ് ഇങ്ങനെ വെക്കുക, തുറന്നു, നമുക്ക് പോവാം. മെട്രോയിൽ കയറി. അയ്യോ, ഓ, നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു മെട്രോ. ഇതും നമ്മുടെ ദുബായ് മെട്രോ ആയിട്ട് നല്ലൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഈ ഒരു സീറ്റിൻ്റെ ഭാഗം തന്നെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് അതൊരു നീല കളറും അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റേ നമ്മളെ ദുബായിലുള്ളത് ഹാർഡായിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ ഖത്തറിലേക്കാണ്, ഇതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ലുസൈലിലേക്കാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. ഇൻ്റർചേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാക്കണം, നമ്മൾ നീങ്ങുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ദുബായിലുള്ളതുപോലെ തന്നെ ദുബായായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം നമുക്കൊന്ന്. ഈ ദുബായിലാകുമ്പം ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഗ്ലാസ് ഉണ്ട്, നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. അപ്പുറത്തൊരു ഗ്ലാസ് ഉണ്ട്, അത് വേണമെങ്കിൽ ലോക്കാക്കാം, അളകണമൊന്നുമില്ല. ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു മെട്രോ തന്നെയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെ ദുബായും ഇതായിട്ട് നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു ചെറിയ സൗണ്ട് ഉണ്ട്, വല്ലാണ്ട് ദുബായ് ഒരു സൗണ്ട് ഉണ്ടാവില്ല, കുലുക്കുണ്ടാവില്ല, സ്പീഡിൽ പോവുകയും ചെയ്യും. ഇതൊരു സൗണ്ട് ഉണ്ട് ചെറുതായിട്ട്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുൾ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ആകെ 2 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ മേലെക്കൂടി വരുന്നത്. ഫുൾ അണ്ടർഗ്രൗണ്ടാണ് ദുബായ്, ഫുള്ള് മേലെക്കൂടിയാണ്. 2 അണ്ടർഗ്രൗണ്ടും കൂടെ ഉള്ളൂ. നേരെ തലയിരിച്ചാണ്. ഇവിടെ ചെറിയ 2 USB കൊടുത്തിട്ടുണ്ട്, അതൊരു മെച്ചമുള്ള കാര്യമാണ്. അത് ദുബായിലില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്വാളിറ്റിയാണ്. ഇതിൽ നമുക്ക് മെട്രോൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ഈത്രാസ് കാണിച്ചു കൊടുക്കണം. ഈത്രാസ് കാണിക്കാതെ കഴിയൂല. ഫുൾ അണ്ടർഗ്രൗണ്ട് കൂടിയാണ് പോകുന്നത്, അതുകൊണ്ടാണ് നല്ല സൗണ്ട്. ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഫുൾ ടണലാണ്. ഡോർ ക്ലോസ് ചെയ്തു, ഇനി പോവാണ്. ദുബായിത്തതും ഇവിടുത്തതും ഒരേ മാതിരി തന്നെയാണ് സൗണ്ടൊക്കെ. ഇവിടുത്തെ അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ലണ്ടനിലേക്ക് പോയ കാര്യമുണ്ട്, ലണ്ടനിൽ എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ അതേപോലെ തന്നെ ദുബായത്തെ അതേപോലെ തന്നെ ഉണ്ട് സംഭവം. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷെയറിന് മാത്രമേ വ്യത്യാസം. ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. 2 ഇൻ്റർചേഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു അത്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഷെയർ, ഇവിടെ 2 ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും, ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാം. അവിടെ ഇരുന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന്
ഇരുന്ന് നോക്കിയിട്ട് ഫുൾ എക്സ്പീരിയൻസ് ചെയ്തു. ഫൈദോ, ഇത് ആദ്യമായിട്ടാണോ മെട്രോയിൽ കയറുന്നത്? ഇതിന് മുന്നേ കയറിയപ്പോഴുള്ള ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണെന്നോ? ഓനെ ഫുള്ള് കളിയാണ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ, ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ, ഞാൻ മാത്രമേ ഉള്ളൂ നിൽക്കണത്. അതാ അതിനും വലിയ വാശിക്കാരനാണ് ഇവിടെ. എൻ്റെ എക്സ്പീരിയൻസ് എന്താ? അതാ ഓ തല്ലി. എൻ്റെ എക്സ്പീരിയൻസ് എന്താ? അതാ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ തല്ലിയാണല്ലോ. ദുബായിൽ 2 കളറാണ്, ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് റെഡ് ലൈനും ആണ്. അത് പോയി. ഇതാണ് ആ 2 കാർഡ്, ഒന്ന് ഗോൾഡനും ഒന്ന് സാധാ നോർമലും. നെക്സ്റ്റ് ട്രെയിൻ അറൈവ് ഇൻ 2 minutes. ആഫ്റ്റർ അറൈവ് ഇൻ 5 6 to 1 മണി വരെയാണ് തേഴ്സ്ഡേ ടു സാറ്റർഡേ വരെ. ഫ്രൈഡേ 2 മണി to 1 മണി വരെയാണ് ഉള്ളത്. ഇതുണ്ടല്ലേ റെഡ് ലൈന്, ഗ്രീൻ ലൈന്, യെല്ലോ ലൈന് പറയുന്നത്. നമുക്ക് ദുബായിൽ കാണാൻ പറ്റുന്നത് ആകെ 2 കളറാണ്, റെഡും ഗ്രീനും. ഓക്കെ, ഇവിടുത്തെ വ്യത്യാസം ഈ 2 സീറ്റ്, ഇങ്ങനെ സീറ്റുള്ളത് ഒരു അവൈലബിൾ ആണ് ഗോൾഡൻ കാർഡുള്ളവർക്ക്. ഇതില്ല, അവിടെയും ഗോൾഡൻ കാർഡ്, ഇവിടെയും ഗോൾഡൻ കാർഡ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്, സ്റ്റാൻഡേർഡ് ഭാഗമാണ്. ഇത് ഫുള്ള് അങ്ങോട്ട് ആകെ ഒരു ചെറിയൊരു മെട്രോ കേട്ടോ. ദുബായിൻ്റെ ഒരു വലിയ മെട്രോ അല്ല. ഖത്തർ റെയിൽവേ സ്റ്റേഷൻ, അതായത് മെട്രോയിൽ നിന്ന് ഇറങ്ങിയ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നല്ല തിരക്കുണ്ട് ഇപ്പം, ആൾക്കാർ നന്നായിട്ട്. ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ സ്റ്റേഷന്. ടെർമിനൽ, അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1ലേക്ക് പോകണമെങ്കിൽ ആദ്യം സ്റ്റേഷനിൽ കയറാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ ഇനി നമുക്ക് ഒരു മാളിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ഒരു ട്രാമിലേക്ക് കയറാണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ദുബായത്തെ മാതിരി അത്ര വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ നല്ല കംഫർട്ടായിട്ട് എല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഖത്തർ എന്ന് പറയുന്നത്. ഖത്തറിൽ ഇനി ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് നല്ല തിരക്കുണ്ടാവുക. സോ അന്ന് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. സോ നേരത്തെ എല്ലാ കാര്യത്തിനും നേരത്തെ ഇറങ്ങാം. എല്ലാവരും ഈത്രാസ് കാണിച്ചു കൊടുക്കണം. ഗ്രീൻ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത ട്രാമിലേക്ക് കയറാണ്. ഒരു ഓറഞ്ച് കളറാണ് ട്രാമിൻ്റെത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. എന്തായാലും അറിയാത്ത ആളുണ്ടെങ്കിൽ പെടും. സോ നിങ്ങളെല്ലാവരും അറിയുന്ന ആൾക്കാരായിട്ട് കൂടുതൽ വരിക. ഓക്കെ, അടിപൊളി സംഭവം, ലുക്കായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരിക്കാം. അങ്ങനെതാ ഞാൻ ഇവിടെ ഇരുന്ന് വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് ഞാൻ കയറി കഴിച്ചില്ലായി. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ വരികയെന്ന്. നേരത്തെ വന്നു കഴിഞ്ഞാൽ സീറ്റൊക്കെ കിട്ടും. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഒരുപാട് തിരക്കുണ്ട്. ട്രാമിൽ നല്ല തിരക്കാണ്. ഡയറക്റ്റ് മാളിലേക്ക് പോകുന്നതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. സന്തോഷത്തിലാണ്. ട്രാമിൽ കയറിയൊരു എക്സ്പീരിയൻസ് അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ കാണിച്ചു തരികയാണ്. കരച്ചിലും പിരിച്ചിലൊന്നുമില്ല. തോനെ അർബാളുണ്ട് നമ്മളെ പിത്തനാക്കാനായിട്ട് സൈഡൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണ്. ഒരു 10-25 മിനിറ്റിൻ്റെ ശേഷം ഒരു യാത്ര കഴിഞ്ഞു. അതാക്കണ ഞങ്ങൾ ട്രാമിൽ നിന്ന് ഇറങ്ങി. ഇനി പുറത്തേക്ക് പോവുക. ഇവിടെ ഒരു വലിയ മാളുണ്ട്. ആ മാളിൻ്റെ പേരാണ് പറഞ്ഞത്. അവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടുത്തെ ട്രാമിൻ്റെ സ്റ്റേഷൻ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ലുസൈൽ സെൻട്രലിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കയറി വന്ന് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ വലിയൊരു മാള്. ഇവിടെ ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടുള്ള ഈ മാള്. ഇങ്ങനത്തെ ഒരു മാള് കണ്ടിട്ടില്ല, വലിയ മാളാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേഷൻ തന്നെ വേറെ ലെവല. അവിടെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള നല്ല ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു മാളിൻ്റെ വലിപ്പം നോക്കുക, ഒരുപാട് വലിയൊരു ക്രിയേഷൻ. അതായത് ലണ്ടനിലുള്ള മ്യൂസിയം പോലത്തെ തന്നെ നല്ല രസം, നല്ല ഡിസൈനിലുള്ള ചെടി ആർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാമിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ റൗണ്ടിൽ ഒരു ചെറിയ സാധനം. നമ്മൾ ദുബായിൽ അങ്ങനെ കണ്ട പോലെ തന്നെ. പക്ഷേ ദുബായിൽ നല്ല വ്യത്യാസമുണ്ട്. ദുബായ് വലിയ നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ വർക്കായിട്ട് നല്ല ക്രിയേഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മാളിലേക്കും നമുക്ക് കയറി നോക്കാം. ഒരു ആംബിയൻസ് ഉള്ള മാൾ തന്നെയാണ് കേട്ടോ. ടൈമിങ് എഴുതി വെച്ചിട്ടുണ്ട് മെട്രോൻ്റെ.